നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലേക്ക് തൈ പറിച്ചു നട്ടിട്ട് രണ്ടാമത്തെ ദിവസമാണ്. മണ്ണിൽ നമ്മൾ അടിവളമായിട്ട് കോഴിക്കാഷ്ടം മാത്രമാണ് കൊടുത്തത്. ഇനി ഡ്രിപ്പ് വഴിയാണ് നമ്മൾ വളങ്ങളൊക്കെ ചേർക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വെഞ്ചറി സിസ്റ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് ഇന്നലെയൊക്കെ കൊടുക്കേണ്ടതായിരുന്നു. ഹ്യൂമിസിൽ എന്ന് പറയും, വേരുകൾക്ക് നല്ല വളർച്ച കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണിത്. ഇത് തൈ പറിച്ചു നട്ടിട്ട് പിറ്റേ ദിവസം കൊടുക്കുന്നത് ബെറ്ററാണെന്ന് അറിയാൻ കഴിഞ്ഞത്. തൈ പറിച്ചു നട്ട് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഹ്യൂമിസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഹ്യൂമിസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നടന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഒരു കണക്ഷൻ ഇട്ടെടുത്തോണ്ടേ നമുക്ക് ആവശ്യത്തിന് എടുക്കാനും വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. വെഞ്ചറി സിസ്റ്റത്തിൽ നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലേക്കുള്ള ആദ്യ വളം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ലൈഫിലും നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫുട് വാൾവ് ഉണ്ടല്ലോ, നേരെ ഇതിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ വെഞ്ചറിയിലേക്ക് പോകുന്ന ഈ ഒരു വാൾവ് ഉണ്ടല്ലോ, ഇത് ഫുള്ള് ഇങ്ങോട്ട് തുറന്നു കൊടുക്കുക. അപ്പൊ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് പാസ് ചെയ്യുന്ന പോലെ തോന്നും, എയറൊക്കെ വരും. ഈ വാൾവ് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുക. ഇതാ പോകുന്നിട്ടാ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഹ്യൂമിസിൽ ഇതാ എല്ലാ ചെടികളുടെ വേരിലേക്കും എത്താൻ പോവാണ്. സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കുറേശ്ശെ കയറി പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ചെറിയ അളവിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകും. ഏകദേശം 1 ഏക്കർ വരുന്ന സ്ഥലത്താണ് സിമ്പിളായിട്ട് നമ്മൾ വളം കൊടുക്കുന്നത്. നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും മൾച്ചി ഷീറ്റ് വിരിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് ഹാർഡ് വർക്ക് എടുത്താലും അതിനുശേഷം വരുന്ന ദിവസങ്ങളുടെ അല്ല നമുക്ക് കാര്യമായിട്ട് വലിയ ഹാർഡ് വർക്ക് ഇല്ല. ഈ കാണുന്ന 1 ഏക്കർക്ക് അടുത്ത് വരുന്ന സ്ഥലം, ആ സ്ഥലത്തേക്കുള്ള തണ്ണിമത്തൻക്ക് വേണ്ടിയിട്ടുള്ള വളപ്രയോഗം, ആദ്യ വളപ്രയോഗം, വേരുകൾ നല്ല രീതിയിൽ തഴച്ച് വളരാനും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ കൊടുത്തുള്ളത്. ബാക്കി കാഴ്ചകൾ നാളെ.